മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. കേരള സർക്കാർ, ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ വടകരയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ ആരോഗ്യം കൂടുതൽ സുരക്ഷിതമാക്കുകയും ജീവിതം ആനന്ദകരവും ആരോഗ്യകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടകര മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു. വാർഡ് മെമ്പർ CK കരീം അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യാസ്മിന ഹുസൈൻ പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിന് ഡോക്ടർ ഷംസുദ്ദീൻ സ്വാഗതവും ഹരിദാസൻ VP നന്ദി പറഞ്ഞു. വാർദ്ധക്യം എന്ന് പറയുന്നത് വയസ്സിൻ്റെ അളവല്ല, മനസ്സിൻ്റെ അളവാണ്. മാത്രവുമല്ല, പണ്ട് കാലങ്ങളിൽ 55 വയസ്സ് ആയി റിട്ടയർ ചെയ്യുന്ന ഒരാൾ, അത് മാഷായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജീവനക്കാരനായിക്കൊള്ളട്ടെ, ഊനിക്കൂടിയാണ് നടക്കുക. നിരമാഷ രൂപമൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് 90 വയസ്സ് കഴിഞ്ഞാലാണ് ഒരാൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, ഇവിടെ നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പല മേഖലയിലൂടെ ചെയ്ത് ഒരു പ്രായത്തിൻ്റെ ആധിക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റേതാണ്. ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ള വയോജനങ്ങൾ. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധയുള്ളത് കൊണ്ടാണ് സർക്കാർ ഈ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യപരമായി നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് നമുക്ക് വരാം, എങ്ങനെയൊക്കെ നമുക്കത് മനസ്സിലാക്കാം, എന്തൊക്കെ ചികിത്സകൾ എടുക്കാം, ചെറിയൊരു ബ്രീഫിങ് ഞാൻ തരാം. അപ്പോൾ നമുക്ക് ഈ വയോജന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാണ്ടാവും. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മെയിനായിട്ടും നമ്മുടെ ഒരു ബാല്യാവസ്ഥയിൽ നമ്മുടെ ശരീരം ഉപജയമാണ് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് കഴിഞ്ഞൊരു യൗവനം അവസ്ഥയിലൊക്കെ അത് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു അപജയ പ്രവർത്തനം തുടങ്ങുന്ന സമയമാണ് ഈ വൃദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സാറ് പറഞ്ഞതുപോലെ മുട്ടുവേദന, അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലേ.